നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും രാമേശ്വരം പോകാനും രാമേശ്വരത്തിൽ നിന്ന് എല്ലാ ദിവസവും കേരളത്തിലോട്ട് വരാനും സാധിക്കുന്ന ഒരേ ഒരു ഡയറക്റ്റ് ട്രെയിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദൂരത്തിന്റെയും സമയത്തിന്റെയും കാര്യം നോക്കുമ്പോൾ ഈ ട്രെയിൻ റൂട്ട് ഇത്തിരി കൂടുതലാണ്. എന്നിരുന്നാലും കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും ഡയറക്റ്റ് രാമേശ്വരം പോയി വരാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിൻ എന്ന മുൻഗണന ഈ ഒരു ട്രെയിൻ ഉണ്ട്. എല്ലാ ദിവസവും ഞാൻ എടുത്തു പറയുന്നുണ്ട്. അതല്ലാതെ ഡയറക്റ്റ് ട്രെയിൻ പോകാൻ ഇപ്പൊ പുതിയ 2-3 ട്രെയിനുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. നമ്മൾ ഇന്നീ പരിചയപ്പെടാൻ പോകുന്ന ട്രെയിൻ എല്ലാ ദിവസവും പോയി വരാൻ സാധിക്കുന്ന ട്രെയിനാണ്. രാമേശ്വരം യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെ, അതുപോലെ തന്നെ ചിലവ് ചുരുക്കി രാമേശ്വര പരിസരങ്ങളിൽ എങ്ങനെ നമുക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കാം, അതിനെയൊക്കെ പറ്റിയിട്ട് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് ട്രെയിൻ നമ്പർ 16343 അമൃത എക്സ്പ്രസ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് കോട്ടയം വഴി രാമേശ്വരം വരെ പോകുന്ന ഒരു ട്രെയിനാണ്. തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും രാത്രി 8:30 ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് രാത്രി 8:45 കഴക്കൂട്ടമാണ്. അത് കഴിഞ്ഞാൽ 9:10 വർക്കല ശിവഗിരിയിലെത്തും. പിന്നീട് 9:30 കൊല്ലം ജംഗ്ഷൻ, 10 മണിക്ക് കരുനാഗപ്പള്ളി, 10:16 കായംകുളം ജംഗ്ഷൻ, 10:30 മാവേലിക്കര, 10:40 ചെങ്ങന്നൂര്, 10:50 തിരുവല്ല, രാത്രി 11 മണിക്ക് ചങ്ങനാശ്ശേരി, 11:20 കോട്ടയം, അർദ്ധരാത്രി 12:30 എറണാകുളം ടൗൺ, 12:50 ഇടപ്പള്ളി, 1 മണിക്ക് ആലുവ, 2:20 തൃശ്ശൂര്, വെളുപ്പിനെ 3 മണിക്ക് ഒറ്റപ്പാലം, 4 മണിക്ക് പാലക്കാട് ജംഗ്ഷൻ, 4:30 പാലക്കാട് ടൗൺ, വെളുപ്പിനെ 5 മണിക്ക് കൊല്ലങ്കോട്. ഈ ട്രെയിൻ എത്തുമ്പോൾ കേരളത്തിൽ ഈ ഒരു ട്രെയിനിന്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് 5:50 പൊള്ളാച്ചി ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്. അത് കഴിഞ്ഞാൽ 6:15 ഉദുമലൈപ്പേട്ടൈ, 6:50 പഴനി, 7:20 ഓടനാചത്രം, 8:30 ദിണ്ടിഗൽ ജംഗ്ഷൻ, 9:45 മധുരൈ ജംഗ്ഷൻ, 10:30 മാനാമധുരൈ ജംഗ്ഷൻ, 10:50 പരമക്കുടി, 11:15 രാമനാഥപുരം. ഉച്ചയ്ക്ക് 12:45 ട്രെയിനിന്റെ ഡെസ്റ്റിനേഷനായ രാമേശ്വരത്തേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരും. നമ്മുടെ തെക്കൻ കേരളം, അതായത് തിരുവനന്തപുരം സൈഡിൽ നിന്ന് ആരംഭിച്ചു വരുമ്പോൾ ഇങ്ങനെ കോട്ടയം വഴിയൊക്കെ വരുമ്പോൾ ഇത് കുറച്ചധികം ദൂരെ കൂടുതലും സമയം കൂടുതലുമാണ്. എന്നിരുന്നാലും എല്ലാ ദിവസവും ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് എന്നൊരു മുൻഗണനയുണ്ട്. ഇതിലെ ടൈം ആരാ ഷെഡ്യൂൾ ചെയ്തതെന്നൊന്നും നമുക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം പല രീതിയിൽ ആൾക്കാർക്ക് ഈ ഒരു ട്രെയിൻ ഉപകാരപ്രദമാവും. ഒന്ന്, പഴനിയിലേക്ക് എല്ലാ ദിവസവും പോകാൻ ഈ ഒരു ട്രെയിൻ ഉപകാരപ്രദമാവുന്ന ഒരു നല്ലൊരു ട്രെയിനാണ്, പോവാനും തിരിച്ചു വരാനും. അപ്പൊ ഒന്നും കാണാതെ ഇന്ത്യൻ റെയിൽവേ ഒരു ട്രെയിൻ ഇറക്കി വിടത്തില്ല. ഇനി മലബാർ ഭാഗത്ത് നിന്ന് ഇതുപോലെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ഡയറക്റ്റ് രാമേശ്വരം പോകാനുണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമാവും. അതിനെപ്പറ്റിയും ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോ കൂടുതൽ വിവരങ്ങൾ ട്രെയിനിനെ പറ്റി കേൾക്കാം. ഈ ഒരു ട്രെയിന് ആകെ 4 ജനറൽ കമ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്. ട്രെയിനിന്റെ മുൻഭാഗത്ത് 2, പിൻഭാഗത്ത് 2. അതായത് UR എന്ന് നമുക്ക് ട്രെയിനിന്റെ ബോഗിയുടെ വെളിയിൽ കാണാനായി സാധിക്കും. എന്ന് വെച്ചാൽ അൺറിസർവ്ഡ് കോച്ചസ്, ജനറൽ കോച്ചസ്, അതാണ് 4 എണ്ണം ഉള്ളത്. പിന്നീടുള്ളത് സ്ലീപ്പർ കോച്ചസ് ആണ് 12 എണ്ണം. S1 മുതൽ S12 വരെ സ്ലീപ്പർ കോച്ചസ് ഉണ്ട്. കൂടുതലും സ്ലീപ്പർ കോച്ചസ് ഉള്ള ഒരു ട്രെയിനാണ് അമൃത എക്സ്പ്രസ്. നമുക്ക് ട്രെയിനിന്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും S1, S2, S3 ഇങ്ങനെയൊക്കെ എഴുതിയേക്കുന്നതാണ് സ്ലീപ്പർ ടിക്കറ്റ്. ഈ സ്ലീപ്പറിൽ നമുക്ക് ബുക്ക് ചെയ്ത് മാത്രമേ യാത്ര ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്ന ഏതൊരു യാത്രികനും മുൻകൂട്ടി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിനകത്ത് ആ റിസർവേഷൻ ചെയ്തിട്ടിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്കൊരു സീറ്റ് നമ്പരും നമുക്ക് എവിടെയാണ് കിടക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ആ ഒരു ടിക്കറ്റിനകത്ത് തന്നെ കാണും. പിന്നുള്ളത് AC കോച്ചസ് ആണ്. 5 എണ്ണമാണ് AC കോച്ചസ് ഉള്ളത്. അതിൽ തേർഡ് AC വരുന്നത് 3 എണ്ണം. B1, B2, B3 എന്ന് നമുക്ക് ട്രെയിനിന്റെ പുറം ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അതാണ് തേർഡ് AC. സെക്കൻഡ് AC വരുന്നത് 1 എണ്ണം. അത് A1 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് AC വരുന്നതും 1 എണ്ണമാണ്. അത് HA1 എന്നോ അല്ലെങ്കിൽ H1 എന്നോ നമുക്ക് ട്രെയിനിന്റെ ബോഗിയിലെ വെളിയിലായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും പുറപ്പെടുന്നതുകൊണ്ട് അവിടുന്ന് തന്നെ പറയാം. തിരുവനന്തപുരം സെൻട്രൽ നിന്നും രാമേശ്വരം വരെ ജനറലിന് 250 രൂപയും സ്ലീപ്പറിന് 435 രൂപയും തേർഡ് ACക്ക് 1140 രൂപയും സെക്കൻഡ് ACക്ക് 1620 രൂപയും ഫസ്റ്റ് ACക്ക് 2695 രൂപയാണ്. ഓക്കെ,
ഇനി ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടന്ന സ്റ്റേഷനിൽ നിർത്തുന്ന സമയമൊക്കെ കേട്ടിട്ട് നമുക്ക് താമസ സൗകര്യങ്ങളെ പറ്റിയിട്ട് വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം, റെയിൽവേ സ്റ്റേഷന്റെയും ആ പരിസരത്തുള്ളതും. ഓക്കെ ഫ്രണ്ട്സ്, ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 163-44 ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 രാമേശ്വരത്ത് നിന്ന് പുറപ്പെടും. എന്നിട്ട് 2:20 രാമനാഥപുരം എത്തും, 2:40 പരമകുടി സ്റ്റേഷൻ, 3:15 മാനാമധുരൈ ജംഗ്ഷൻ, 4:05 മധുരൈ ജംഗ്ഷൻ, 5:10 ദിണ്ടിഗൽ ജംഗ്ഷൻ, 5:30 ഓടനാചത്രം, 6:10 പഴനിയിലേക്കും, 6:40 ഉദുമലൈപ്പേട്ടയും, 7:05 പൊള്ളാച്ചി ജംഗ്ഷൻ, രാത്രി 7:30 കൊല്ലങ്കോട്, 7:50 പാലക്കാട് ടൗൺ, 8:30 പാലക്കാട് ജംഗ്ഷൻ, 9:30 ഒറ്റപ്പാലം, 10:35 തൃശ്ശൂര്, 11:30 ആലുവ, 11:50 ഇടപ്പള്ളി, 12 മണിക്ക് അർദ്ധരാത്രി എറണാകുളം ടൗൺ, 1 മണിക്ക് കോട്ടയം, 1:30 ചങ്ങനാശ്ശേരി, 1:40 തിരുവല്ല, 1:50 ചെങ്ങന്നൂര്, 2 മണിക്ക് മാവേലിക്കര, 2:10 കായംകുളം ജംഗ്ഷൻ, 2:25 കരുനാഗപ്പള്ളി, 2:50 കൊല്ലം ജംഗ്ഷൻ, 3:15 വർക്കല ശിവഗിരി, 3:40 കഴക്കൂട്ടം. പിന്നീട് വെളുപ്പിന് 5 മണിക്ക് ട്രെയിനിന്റെ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം സെൻട്രലിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ഒരു ട്രെയിനിന്റെ മുഴുവൻ പൂർണ്ണപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. A to Z കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഈ ട്രെയിനിൽ നമ്മൾ വരികയാണെങ്കിൽ, രാമേശ്വരം വരികയാണെങ്കിൽ അതേ ദിവസം തന്നെ തിരിച്ചു മടങ്ങാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് രാമേശ്വരം എത്തുന്നത് ഉച്ചയ്ക്ക് 12:30, ഒരു 12-12:15. അതേ ദിവസം തന്നെ ഈ ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷം 1:30 തിരിച്ചും യാത്രയുണ്ട്. ഒരുപക്ഷെ രാത്രി ആയിരുന്നെങ്കിൽ നമുക്ക് പറ്റിയേനെ, പക്ഷെ അത് അങ്ങനല്ല. അപ്പൊ രാമേശ്വരം യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്താൽ മാത്രമേ ഈ ഒരു ട്രെയിനിൽ നമുക്ക് തിരിച്ചു വരാനായിട്ട് ഉപകാരപ്രദമാകൂ. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ രാമേശ്വര ക്ഷേത്ര ദർശനത്തിനൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഉച്ചയ്ക്ക് ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയ ശേഷം അന്നൊരു ദിവസം റൂമൊക്കെ എടുത്ത് ക്ഷേത്ര ദർശനവും ധനുഷ്കോടിയും കാഴ്ചകളൊക്കെ കണ്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് 1:30 മുമ്പ് രാമേശ്വരം സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാവുന്നതാണ്. അപ്പൊ രാമേശ്വര ക്ഷേത്ര ദർശനം പ്ലാൻ ചെയ്യുന്നവർക്കായാലും ധനുഷ്കോടി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് രാമേശ്വരം വരുന്നവരാണെങ്കിലും ഒരു ദിവസം സ്റ്റേ നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതല്ല അതേ ദിവസം നിങ്ങൾ വരുന്ന അതേ ദിവസം തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ രാമേശ്വരത്ത് നിന്ന് മധുര എത്തണം. മധുരയിൽ നിന്ന് പിന്നെ നാട്ടിലോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ട്രെയിൻ പിടിക്കേണ്ടി വരും. അതും രാത്രിയൊക്കെ ആവും. ഒരുപാട് നിങ്ങൾ മധുരയിൽ നിന്ന് പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാലേ. അതിലും നല്ലത് ഞാൻ പറയാം, ദീർഘദൂര യാത്ര നിങ്ങൾ രാമേശ്വരം പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമാവുന്ന ഒരു ട്രെയിനാണ് അമൃത എക്സ്പ്രസ്. അത് ദൂരത്തിന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ സമയലാഭം ഇച്ചിരി കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ ഉപകാരപ്രദവും. ഇനി നമുക്ക് താമസ സൗകര്യത്തെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. റെയിൽവേ സ്റ്റേഷൻ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. രാമേശ്വരം സ്റ്റേഷൻ ഇറങ്ങി പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെയിൽവേ റിട്ടയറിംഗ് റൂം കാണാൻ പറ്റും. AC ഡബിൾ ബെഡ്റൂമിന് 12 മണിക്കൂറത്തേക്ക് 800 രൂപയും 24 മണിക്കൂറത്തേക്ക് 1600 രൂപയാണ്. AC ട്രിപ്പിൾ ബെഡ്റൂം ആണെങ്കിൽ 1200 രൂപ 12 മണിക്കൂർ, 2400 രൂപ 24 മണിക്കൂറത്തേക്ക്. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പുറത്തു വരുമ്പോൾ ആദ്യം നമുക്ക് ഇത് ഇവിടെ കാണാനായി സാധിക്കും. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, അതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സംവിധാനം ഉള്ളത്. അത് നമുക്ക് മുൻകൂട്ടി ഓൺലൈനിലും ബുക്ക് ചെയ്യാം, എന്നാൽ ഓഫ്ലൈനും ഇവിടെ വന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈൻ നിങ്ങൾ ഇവിടെ മിക്കപ്പോഴും വരുമ്പോൾ ആ ഒരു റൂം നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ അതൊരു ഡീറ്റെയിൽ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നല്ല അടിപൊളിയാണ് കേട്ടോ. അകത്ത് കയറി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നല്ല അടിപൊളിയാണ്, ക്ലീൻ ആൻഡ് നീറ്റ് ആണ്, ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് ഈ റിട്ടയറിംഗ് റൂമിലെ റൂംസും കാര്യങ്ങളൊക്കെ. ബാത്റൂമും അടിപൊളി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ അത്യാവശ്യം ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടേക്കും നിങ്ങൾക്ക് റൂം എടുക്കാം. നല്ലൊരു ഓപ്ഷനാണ്, റെയിൽവേയുടെ പരിസരമാണ്. സോ അത് നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ആയിരിക്കും. ഇനി അതല്ല, രാമേശ്വരം ക്ഷേത്ര ദർശനത്തിനൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ക്ഷേത്രത്തിന് അടുത്ത് തന്നെ റൂം എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് ഉണ്ടെങ്കിലും അതിനൊരു കറക്റ്റ് സമയമില്ല. അതായത് എപ്പോഴും നമുക്ക് ബസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഓട്ടോ മിനിമം ചാർജ് 100 രൂപയാണ്. അതായത് നമ്മൾ ഒരാളാണെങ്കിലും ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ ആ പരിസരം വരെ പോകുന്നതിന് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുനിന്ന് 100 രൂപയാണ്. അപ്പൊ ക്ഷേത്ര ദർശനത്തിനായിട്ട് വരുന്നവർക്ക് ഈ കടലിൽ കുളിക്കാനും പിന്നെ ക്ഷേത്രത്തിനുള്ളിലെ 22 തീർത്ഥക്കുണറിലെ കുളിച്ചിട്ട് വീണ്ടും തിരിച്ച് ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള റൂമിൽ വരിക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായുള്ള കാര്യം. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറി നേരെ ക്ഷേത്രത്തിനടുത്തായിട്ട് ധാരാളം ഹോട്ടലുകൾ അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. 800 രൂപ നിരക്കിൽ നോൺ AC റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പോയപ്പോഴും ഒരു നോൺ AC റൂമാണ് എടുത്തത്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. രാമേശ്വരത്തിൻ്റെതായ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം. അപ്പൊ റൂമിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. സീസൺ ടൈമിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റൂമുകളൊക്കെ ഒരു മീഡിയം ബഡ്ജറ്റ് റൂമിൽ നിങ്ങൾക്ക് കിട്ടും.
ഇനി ധനുഷ്കോടിയൊക്കെ കറങ്ങാൻ പോകാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓട്ടോ വിളിക്കാനായി നിൽക്കരുത്. വന്നിട്ടൊരു ബൈക്ക് റെന്റിനെടുത്താൽ മതി. അതും ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തായിട്ട് തന്നെ ഉണ്ട്. അതല്ലെങ്കിൽ രാമേശ്വരം ക്ഷേത്രത്തിന്റെ പരിസരത്തായിട്ടും നിങ്ങൾക്ക് ബൈക്ക് എവിടെന്നെങ്കിലും വന്ന് റെന്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ രാമേശ്വരം എത്തിയിട്ട് അവിടെ നിന്ന് രാമേശ്വരം ബൈക്ക് റെന്റ് എന്ന് നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് ആ വണ്ടി മേടിച്ച് ആ എണ്ണ അടിച്ച് നിങ്ങൾ രാമേശ്വരത്തും പിന്നെ ഒരുപാടുണ്ടല്ലോ കാണാനായിട്ട്, ധനുഷ്കോടിയൊക്കെ പോയി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വണ്ടി കൊടുത്തിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും. ഓട്ടോ വിളിക്കുന്നതിനെക്കാട്ടും നല്ല. അല്ലെങ്കിൽ ഓട്ടോക്കാർ നമ്മുടെ ചാറ് വെളുത്തും. പ്രത്യേകിച്ച് മലയാളികളും കൂടെ ആണെന്ന് വെച്ചാൽ നമ്മളെ നല്ല രീതിയിൽ അറക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാനായി നോക്കുക. പറ്റിക്കപ്പെടാനും കബളിക്കപ്പെടാനും ചാൻസ് കൂടുതലാണ്. അത് മാറ്റി നിങ്ങൾ ഒരു വണ്ടി റെന്റിനെടുത്ത് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. പിന്നെ വണ്ടി റെന്റിനെടുക്കുമ്പോൾ എടുക്കുന്നതിന് മുമ്പുള്ള വീഡിയോ എല്ലാം എടുക്കണം. അതൊരിക്കലും മറന്നു പോകരുത്. കേരളത്തിന് വെളിയിലോട്ട് നമ്മൾ എവിടെ വണ്ടി റെന്റിനെടുത്ത് പോയാലും അകത്താണെങ്കിൽ പോലും ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നല്ലതാണ്. ഒന്നത് പുറത്തും കൂടെ ആയതുകൊണ്ട്, നമ്മുടെ ഭാഷ പോലും അല്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തു വെക്കുന്ന ഒരു നല്ല കാര്യമായിരിക്കും. എന്നിട്ട് നല്ലൊരു യാത്ര നിങ്ങൾക്ക് എന്തായാലും ഈ രാമേശ്വര പരിസരത്ത് വന്ന ഫുഡിന്റെ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷന്റെ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോയി വരാൻ സാധിക്കുന്ന കേരളത്തിൽ നിന്ന് നല്ലൊരു യാത്ര തന്നെയാണ് രാമേശ്വരം യാത്ര. ഒട്ടനേകം ആൾക്കാർ ഡെയിലി നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതുപോലെ വന്നു പോയി ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പലരും ബ്ലോഗും കാര്യങ്ങളൊന്നും ഇടുന്നില്ലെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ ഇതിലും നന്നായി പറഞ്ഞു തരാൻ അറിയാവുന്ന പല ആൾക്കാരൊക്കെ ചിലപ്പോ ഇങ്ങനെ പല രീതിയിൽ രാമേശ്വര യാത്രകളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ മാർഗങ്ങൾ വേറെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ നമ്മുടെ പണി ഇതായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതിനകത്ത് തന്നെ ഇങ്ങനെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. മലബാർ സൈഡിൽ നിന്ന് രാമേശ്വരം പോകാൻ വണ്ടിയൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. തിരിച്ചുള്ള യാത്രയും പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ ഓൾറെഡി ആ ട്രെയിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ട്രെയിനിന്റെ വന്നാലും നമ്മളത് ചെയ്യും, അത് വേറൊരു കാര്യം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അതിന്റെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയും മറ്റൊരു യാത്രയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.